മറ്റൊരു വാർത്ത, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിൽ കഴിയുന്ന ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറും നൽകിയ ജാമ്യ ഹർജികളിൽ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. നിരപരാധിയാണെന്നും ശബരിമലയ്ക്ക് വലിയ തോതിൽ സംഭാവന നൽകുന്ന വ്യക്തിയാണെന്നുമാണ് ഗോവർദ്ധൻ ഹർജിയിൽ വാദിക്കുന്നത്. അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ജാമ്യാപേക്ഷയിൽ പൂർണ്ണമായും പത്മകുമാർ നിഷേധിച്ചു. തനിക്ക് ജീവനക്കാരെ ജോലിയുടെ ഭാഗമായി നിയന്ത്രിക്കാനുള്ള ചുമതല മാത്രമാണ് ഉണ്ടായിരുന്നത്, ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് പത്മകുമാർ പറയുന്നത്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, പത്മകുമാർ നിർണായകമാണ്. ദിവസങ്ങളായി ജയിലിലാണ്. നമുക്കറിയാം, CPM-ന്റെ പ്രമുഖ നേതാവായിരുന്നു, മുൻ MLA ആയിരുന്നു, ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന ആളൊക്കെയാണ്. ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയിൽ ജയിലിൽ കിടക്കുന്നു. ജാമ്യത്തിനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ? പ്രോസിക്യൂഷൻ വാദം വളരെ ശക്തമല്ലേ? തീർച്ചയായിട്ടും രഞ്ജിത്ത്, പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം SIT അന്വേഷണത്തിൽ മെല്ലെപ്പൊക്കുന്നതും സ്വീകരിച്ചു എന്നുള്ള കാര്യം കൂടി അതിരൂക്ഷമായിട്ടാണ് കോടതി കഴിഞ്ഞ ഡിസംബർ 3-ാം തീയതി കേസ് പരിഗണിക്കുമ്പോൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല, രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ജീവനക്കാരെ നിയന്ത്രിക്കുക മാത്രമാണ് താൻ ചെയ്തത് എന്നുള്ള നിലപാടിൽ തന്നെയാണ് പത്മകുമാർ. തനിക്ക് ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടോ അതുമായി ബന്ധപ്പെട്ട മറ്റു പ്രൊസീഡിങ്സിലോ ബന്ധമില്ല എന്ന് ആവർത്തിച്ച് തന്നെയാണ് പത്മകുമാർ പറയുന്നത്. ഇക്കാര്യം ഇന്നും ആവർത്തിച്ച് പറയുന്ന സാഹചര്യത്തിലാണ് ജാമ്യ ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ പത്മകുമാർ ഈ കാര്യം വീണ്ടും ആവർത്തിച്ച് പറയും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ജീവനക്കാരെ നിയന്ത്രിച്ചിട്ട് മാത്രമേ താൻ ചെയ്തിട്ടുള്ളൂ, ഇതിൽ ഇൻവോൾവ്മെന്റ് തനിക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് പത്മകുമാർ ഉറച്ചു നിൽക്കുന്നത്. അതേസമയം ഗോവർദ്ധൻ, അതായത് ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. അതുമാത്രമല്ല, നേരത്തെ കേസിലെ 13-ാം പ്രതിയാണ് ഗോവർദ്ധൻ നേരത്തെ നൽകിയിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി നൽകിയിരുന്ന 10 പവന്റെ സ്വർണ്ണമാല എന്തുകൊണ്ടാണ് മഹസറിൽ രേഖപ്പെടുത്താൻ വൈകിയത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു. ഈ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി കേസിൽ 12-ാം പ്രതിയാണ്. പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനും ചേർന്ന് വിശാലമായ ഗൂഢാലോചനയാണ് സ്വർണ്ണക്കൊള്ളയുമായി ചേർന്ന് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് വീണ്ടും ഇവരെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും റിമാൻഡിൽ കഴിയുന്ന ഗോവർദ്ധന്റെയും അതുപോലെ മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറിന്റെയും ജാമ്യ ഹർജികൾ ഇന്ന് വീണ്ടും കോടതി പരിഗണിക്കുന്ന സാഹചര്യമുണ്ട്. രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ഇടക്കാല റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ച സാഹചര്യത്തിൽ, 4-ാം തവണ സമർപ്പിച്ച സാഹചര്യത്തിൽ 6 ആഴ്ച കൂടി അന്വേഷണത്തിന് നീട്ടിക്കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി ജാമ്യ ഹർജി പരിഗണിക്കുമോ എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണമെന്ന് വേണം പറയാൻ. കാരണം കോടതി അതുമായി ബന്ധപ്പെട്ട ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇടപെടലുകളും പുറത്തു കൊണ്ടുവന്നേ അടങ്ങൂ എന്നുള്ള സാഹചര്യത്തിൽ തന്നെയാണ്, എന്നുള്ള നിലപാടിൽ തന്നെയാണ് SITക്ക് അതിന് കൃത്യമായ നിർദ്ദേശവും കോടതി ഇന്നലെ നൽകിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യം കൂടി പരിഗണിക്കുമ്പോൾ ഈ കേസിൽ പ്രതിയായിട്ടുള്ള അത് പ്രധാനപ്പെട്ട ആളുകളെന്ന് കോടതി തന്നെ നിരീക്ഷിക്കുന്ന ആളുകൾക്ക് ജാമ്യം നൽകുമോ എന്നുള്ള കാര്യം കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും ഗോവർദ്ധന്റെയും പത്മകുമാറിന്റെയും മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുകയാണ് രഞ്ജിത്ത്. ഗോവർദ്ധന്റെയും പത്മകുമാറിന്റെയും മുൻകൂർ ജാമ്യം അപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കൂടുതൽ നിരീക്ഷണങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്.